ഹായ്, എല്ലാവർക്കും ഇന്ത്യൻ പോളിറ്റി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പോളിറ്റിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇതിൽ നമുക്ക് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. 1934 ആദ്യമായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന ആവശ്യം MN റോയ് മുന്നോട്ട് വയ്ക്കുന്നത്. MN റോയ് ആണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന ആവശ്യം 1934 മുന്നോട്ട് വയ്ക്കുന്നത്. 1935 INC ഒഫീഷ്യലായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിമാൻഡ് ചെയ്തു. പിന്നീട് 1938 ജവഹർലാൽ നെഹ്റു INCയെ പ്രതിനിധീകരിച്ച് ബാഹ്യ ഇടപെടലുകളൊന്നും ഇല്ലാതെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തണമെന്ന് പ്രഖ്യാപിച്ചു. 1940 ഓഗസ്റ്റ് ഓഫർ വഴി ബ്രിട്ടീഷ് സർക്കാർ ഈ ഒരു ആവശ്യം അംഗീകരിച്ചു. 1942 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിർദ്ദേശവുമായി സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തി. ക്രിപ്സ് നിർദ്ദേശങ്ങൾ മുസ്ലിം ലീഗ് നിരസിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചു. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിക്ക് കീഴിലാണ് ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത്. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫസ്റ്റ് സിറ്റിംഗ് നടന്നത്. 1946 ഡിസംബർ 9 ഭരണഘടനാ അസംബ്ലിയുടെ അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫസ്റ്റ് സിറ്റിംഗ് നടക്കുന്നത്. കമ്പോസിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആയിരുന്നു. 389 ആയിരുന്നു. വിവിധ പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകളിൽ നിന്നുള്ള അംഗങ്ങൾ 292 പേരായിരുന്നു. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേരും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്ന് 4 പേരുമായിരുന്നു. പിന്നെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ 17 പേരായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ തിരുവിതാംകൂറിൽ നിന്ന് 6 പേരും കൊച്ചിയിൽ നിന്ന് ഒരാളും മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാറിനെ പ്രതിനിധാനം ചെയ്ത് 9 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത് വന്നത് ജോൺ മത്തായി ആയിരുന്നു. കേരളത്തിൽ നിന്നുള്ള വനിതകൾ 3 പേരായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അത് ആനി മസ്ക്രിൻ ആയിരുന്നു. ആനി മസ്ക്രിൻ തിരുവിതാംകൂറിൽ നിന്നുള്ള വനിതയായിരുന്നു. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിനെ പ്രതിനിധീകരിച്ചായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഫസ്റ്റ് മീറ്റിംഗ് 9 ഡിസംബർ 1946 നടന്നത്. 9 ഡിസംബർ 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് സമ്മേളനം നടക്കുന്നത്. മുസ്ലിം ലീഗ് ഈ ഒരു മീറ്റിംഗ് ബോയ്ക്കോട്ട് ചെയ്തു. ആദ്യ സമ്മേളനത്തിൽ 211 അംഗങ്ങളായിരുന്നു പങ്കെടുത്തിരുന്നത്. താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗിലെ താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. തുടർന്ന് 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റായിട്ടും HC മുഖർജി വൈസ് പ്രസിഡന്റായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. BN റാവു ആയിരുന്നു ഭരണഘടനാ ഉപദേഷ്ടാവ്. BN റാവു ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭരണഘടനാ ഉപദേഷ്ടാവ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം മുന്നോട്ട് വെച്ചു. 1946 ഡിസംബർ 13 നെഹ്റു ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. 1947 ജാനുവരി 22 പ്രമേയം ഏകകണ്ഠമായി അംഗീകരിച്ചു. 1947 ജാനുവരി 22. ഫങ്ഷൻസ് performed by the Constituent Assembly. 1949 മേയിൽ കോമൺവെൽത്തിൽ ഇന്ത്യയുടെ അംഗത്വം ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചു. കൂടാതെ 1947 ജൂലൈ 22 നാഷണൽ ഫ്ലാഗ് അംഗീകരിച്ചു. 1947 ജൂലൈ 22 നാഷണൽ ഫ്ലാഗ് അംഗീകരിച്ചു. 1950 ജാനുവരി 24 നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിക്കുന്നത്. അസംബ്ലി 11 സെഷനുകൾ യോഗം ചേർന്നു. 11 സെഷനുകളായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ഉണ്ടായിരുന്നത്. അവസാന കരട് തയ്യാറാക്കൽ 2 വർഷം 11 മാസം 18 ദിവസം എടുത്തു. മൊത്തം ചെലവ് 64 ലക്ഷം രൂപയായിരുന്നു. അസംബ്ലിയിൽ 15 വനിതകൾ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നു. വിഭജനത്തിന് ശേഷം 9 വനിതാ അംഗങ്ങളായിരുന്നു അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്.
കമ്മിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. മേജർ കമ്മിറ്റീസും മൈനർ കമ്മിറ്റീസും ഉണ്ട്. മേജർ കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ഹെഡഡ് ബൈ ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അഗൈൻ ഹെഡഡ് ബൈ ജവഹർലാൽ നെഹ്റു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഹെഡഡ് ബൈ സർദാർ പട്ടേൽ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഹെഡഡ് ബൈ സർദാർ പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ എല്ലാവർക്കും അറിയാം ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആയിരുന്നത്. അടുത്തത് അഡ്വൈസറി കമ്മിറ്റീസ് ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. ഇതിന്റെ ഹെഡായിരുന്നത് സർദാർ പട്ടേൽ ആയിരുന്നു. ആൻഡ് ഈ കമ്മിറ്റിക്ക് ഒരു 5 സബ് കമ്മിറ്റീസ് കൂടെ ഉണ്ട്. ആറാമത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഹെഡഡ് ബൈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഹെഡഡ് ബൈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏഴാമത്തെ കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റി, അത് ഹെഡായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എട്ടാമത്തെ കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ രാജേന്ദ്ര പ്രസാദ്. മൈനോറിറ്റി കമ്മിറ്റീസ് ആണ് അടുത്തത്. ഫൈനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഹെഡ് ചെയ്തിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഫൈനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഹെഡഡ് ബൈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി ഹെഡായിരുന്നത് അല്ലാതെ കൃഷ്ണസ്വാമി അയ്യർ. ഹൗസ് കമ്മിറ്റി ഹെഡായിരുന്നത് പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഹെഡായിരുന്നത് ഡോക്ടർ KM മുൻഷി ആയിരുന്നു. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ നാഷണൽ ഫ്ലാഗ് ഹെഡായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കമ്മിറ്റി ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇതിൻ്റെ ഹെഡായിരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇതിൽ 7 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡോക്ടർ BR അംബേദ്കർ ചെയർമാനും പിന്നീടുള്ള മെമ്പേഴ്സ് രണ്ടാമത്തെ മെമ്പർ ആയിരുന്നത് N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു, TT കൃഷ്ണമാചാരി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആണ് ഡോക്ടർ BR അംബേദ്കർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു, TT കൃഷ്ണമാചാരി. എനാക്ട്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. November 4, 1948 ഡോക്ടർ BR അംബേദ്കർ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസന്റ് ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് റീഡിംഗ് 17 October 1949 നടന്നത്. സെക്കൻഡ് റീഡിംഗ് നടന്നത് 17 October 1949 തേർഡ് റീഡിംഗ് നടന്നത് 14 November 1949 26 November 1949 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. 26 November 1949 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. 1950 January 24 ഈ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചു. 1950 January 24 1950 January 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. 1950 January 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഭരണഘടനാ നിർമ്മാണത്തിന് എടുത്തത്. ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്തൊക്കെയാണെന്ന് നോക്കാം. എലിഫന്റ് വാസ് adopted as the symbol of the constituent assembly. Sir B.N. Rao was appointed as the constituent advisor. B.N. Rao ആയിരുന്നു ഇതിൻ്റെ അഡ്വൈസർ ആയിരുന്നത്, ലീഗൽ അഡ്വൈസർ ആയിരുന്നത്. H.V.R. Iyengar was the secretary to the constituent assembly. S.N. Mukherjee was the chief draftsman of the constitution in the constituent assembly. Prem Bihari Narain Raisada was the calligrapher of the Indian constitution. പ്രേം ബിഹാരി നരൈൻ റൈസാദ ആയിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാലിഗ്രാഫർ ആയിരുന്നത്. ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഹാൻഡ് റിട്ടൺ ബൈ റൈസാദ in a flowing Italian style. The original version was beautified and decorated by artists from Shantiniketan, including Nandalal Bose and Biohar Ramanohar Sinha. ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്തത് നന്ദലാൽ ബോസും ബിയോഹർ രാമനോഹർ സിൻഹയും ചേർന്നായിരുന്നു. ബിയോഹർ രാമനോഹർ സിൻഹ illuminated, beautified and ornamented the original preamble calligraphed by Prem Bihari Narain Raisada. Calligraphy of the Hindi version of the original constitution was done by Vasant Krishnan Vaidya. The calligraphy of the Hindi version of the original constitution was done by Vasant Krishnan Vaidya. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിന്ദി വേർഷൻ കാലിഗ്രാഫി ചെയ്തിരിക്കുന്നത് വസന്ത് കൃഷ്ണൻ വൈദ്യയാണ്. ആൻഡ് ഡെക്കറേറ്റഡ് ബൈ നന്ദലാൽ ബോസ്.
സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.